കാരണം വിവിധ വകുപ്പുകളുടെ തമ്മിലുള്ള ഏകോപനം, ഫയലുകളുടെ പൊസിഷൻ, ഇതെല്ലാം വലിയ അനിശ്ചിതത്വത്തിൽ കിടക്കുകയും ഫയലുകളുടെ മൂവ്മെൻറ്റ്സ് വളരെ സ്ലോയിലാവുകയും ചെയ്യുന്നതുകൊണ്ട് പല തീരുമാനങ്ങളും പലപ്പോഴും എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിരുന്നത് പോലെയുള്ളൊരു ഡാറ്റ ഡ്രിവൺ ഗവേണൻസിലേക്ക് ഗവൺമെൻറ് ചലിക്കുകയാണ്. വളരെ വേഗത്തിൽ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഓരോ വകുപ്പുകളിലും നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അറിയാനുള്ള സംവിധാനം, അതാത് വകുപ്പുകളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലുമെല്ലാം ഓരോ ഫയലുകളുടെയും പൊസിഷൻ അറിയാവുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ സംവിധാനമാണ്, ഏകോപനമാണ് വിവിധ വർക്ക്. പ്രോജക്റ്റിൻ്റെ കാര്യത്തിലും ഈ ഏകോപനം ഉണ്ടാകും, പ്രോജക്റ്റ് മാപ്പിംഗ് ഉണ്ടാകും. എവിടെയെല്ലാം ഏതെല്ലാം വകുപ്പുകളുടെ കീഴിൽ സംസ്ഥാനത്തുടനീളം നടക്കുന്ന പ്രോജക്റ്റുകളുടെ മാപ്പിംഗ് എന്തായിരിക്കും പൊസിഷൻ എന്ന് കൃത്യമായി അറിയാനുള്ള ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തും. ഞങ്ങളുടെ പ്രാഥമികമായ പരിശോധനയിൽ കോടിക്കണക്കിന് രൂപയാണ് പ്രോജക്റ്റ് നടപ്പാക്കുന്നതിലെ കാലതാമസം മൂലം സംസ്ഥാന ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 100 കോടി രൂപയുടെ പദ്ധതി 2 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ടത് 10 കൊല്ലം കഴിഞ്ഞാലും പൂർത്തിയാകുന്നില്ല. 100 കോടിയുടെ സ്ഥാനത്ത് 1000 കോടി രൂപയാവുകയാണ് 10 കൊല്ലം കഴിയുമ്പോൾ. റേറ്റിൻ്റെ വർധനവ്, കോൺട്രാക്ടറുടെ പ്രശ്നങ്ങൾ. അപ്പോൾ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ കേരളത്തിൽ ഈ ഖജനാവിൽ നിന്നുള്ള ചോർച്ചയ്ക്കുള്ളൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ കൃത്യമായി പ്രോജക്റ്റ് മാപ്പിംഗ് നടത്തി ഒരു പ്രോജക്റ്റ് പ്രോട്ടോകോൾ ഉണ്ടാക്കി ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി കൃത്യസമയത്ത് ഈ പദ്ധതികൾ തീർക്കാനുള്ള നടപടികൾക്കാണ് ഇതുവഴി നമ്മൾ തുടക്കം കുറിക്കുന്നത്.